നമസ്കാരം. ധനുസ് പീസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ ചോദിച്ചിട്ടുള്ള 2023 ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ ഒരു കണ്ടൻറ്റാണിത്. അപ്പോൾ നമ്മുടെ എല്ലാ PSC പരീക്ഷകൾക്കും ഡിഗ്രി പ്രിലിംസ് ആയാലും LDC ആയാലും VFI ആയാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട് ചോദിക്കുന്നതിനുണ്ട്. നമ്മുടെ കണ്ടൻറ്റിൽ അല്ലെങ്കിൽ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും അത് കാണുന്നുണ്ട്. പഠിക്കുമ്പോൾ ഏക പ്രയാസം തോന്നിയാലും നമ്മൾ മറക്കാതിരിക്കുന്നൊരു പോർഷനാണ് എപ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യം തന്നെ. അപ്പോൾ സമയമെടുത്ത് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1, നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തതും മൂന്നാമത്തതും ശരിയാണ്. അതായത് നിർദ്ദേശ തത്വങ്ങൾ അയർലൻഡ് നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. നിർദ്ദേശ തത്വങ്ങൾ, മറ്റൊരു പേരെന്താണ് അതിൻ്റെത്? മാർഗ നിർദ്ദേശ തത്വങ്ങൾ. വേറൊരു പേരുണ്ട്, മാർഗ നിർദ്ദേശ തത്വങ്ങൾ എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. നിർദ്ദേശകം അയർലൻഡ് ശരിയായ ഓപ്ഷൻസാണ്. അതായത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പോലും ഇവിടുന്ന് എടുത്തേക്കുന്നത് അയർലൻഡിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, അതുപോലെ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക, ഇതെല്ലാം അയർലൻഡിൽ നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതെവിടെ എടുത്തിട്ടുള്ളതാണ്? നമുക്കിപ്പോഴും ഓർമ്മ വരുന്നതായിരിക്കണം, ഫ്രാൻസ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ കടമെടുത്തേക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഫ്രാൻസ്. അടുത്തത് നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. 3 പോയിന്റ്. നിർദ്ദേശ തത്വങ്ങളിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇവിടെ നിന്നാണ്, അയർലൻഡിൽ നിന്നാണ്. അയർലൻഡിൽ നിന്ന് മറ്റൊരെണ്ണം എന്താണ്? പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം കാണിക്കുന്ന ഇവിടെ നിന്നാണ്, അയർലൻഡിൽ നിന്നാണ്. അടുത്തതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതോടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഫ്രാൻസ് എന്നുള്ളതാണ്. ഇനി മൗലിക കടമകൾ എവിടെ നിന്നുള്ളതായിരിക്കണം? മൗലിക കടമകൾ അതെവിടെ നിന്നാണ്? മൗലിക കടമകൾ എവിടെ നിന്നാണ്? മൗലിക കടമകൾ എവിടെ നിന്നാണിത്? റഷ്യയാണ്. മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ്. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതിയും ആസൂത്രണവും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്, റഷ്യയിൽ നിന്നുള്ളതാണ്. മൗലിക കടമകൾ റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടെ തന്നെ പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്, അല്ലേ? അടുത്തത് നിയമവാഴ്ച. അത് നിയമവാഴ്ചയും ഏകപൗരത്വവും ഒക്കെ ഇവിടെ നിന്നാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. നിയമവാഴ്ചയും ഏകപൗരത്വവും ഒക്കെ ഇവിടെ നിന്നാണ്? ബ്രിട്ടീഷുകാരിൽ നിന്നുമായിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. 2, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠന അവകാശമുണ്ട്. ഇതിൽ ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ എന്താണ്? നമുക്ക് ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായത്. ഒന്നാമത്തതും 2ഉം ശരിയാണ്. ഭരണഘടനയിലെ സാംസ്കാരിക വിദ്യാഭ്യാസപരവും എന്ന് പറയുമ്പോൾ ഏത് ആർട്ടിക്കിൾസ്? 29 to 30 ഇവിടെ ആർട്ടിക്കിൾസ് വരും, അല്ലേ? 29 to 30 ആ ആർട്ടിക്കിൾ വരിക. അപ്പോൾ 2 ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം എന്നുള്ളതും ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഈ ഒരു സംസ്കാര വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? 29 to 30 ശരിയായ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 29 മുതൽ 30 വരെയാണ് ഭരണഘടനയിൽ സംസ്കാരവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആർട്ടിക്കിൾസ്. 29 to 30.
ഇതിൻ്റെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിളും ഏത് തന്നെയാണ് 29. ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 29. അപ്പോൾ ആർട്ടിക്കിൾ 30 എന്താണ്? അതായത് ഇവിടെ മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമാണെന്ത് ഈ 30 എന്ന് പറയുന്നത്. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും നടത്തുന്നതിനുമുള്ള അവകാശം കാണിക്കുന്നതാണ് 30 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ന്യൂനപക്ഷത്തെ മാത്രം പറയുന്നതാണ് 29 ആയിരിക്കണം അല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം എന്നുള്ളത് എന്താണ്? അവിടുത്തെ 30 എന്ന് പറയുന്ന ആർട്ടിക്കിളുമാണ്. എന്നാൽ ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശം ഭൂരിപക്ഷമായുള്ള തുല്യത ഉറപ്പാക്കാൻ മാത്രമുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഈ അവകാശം ഭൂരിപക്ഷമായുള്ള തുല്യത ഉറപ്പാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഈ 30ൻ്റെ അവകാശമെന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ടും പഠിക്കുക, മൗലിക അവകാശങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത് അല്ലേ? മൗലിക അവകാശങ്ങൾ 5ാമത്തെ ഭാഗത്ത് വരുന്നതാണെന്ത്? സംസ്കാര വിദ്യാഭ്യാസപരമായ അവകാശം എന്നുള്ളത്. ഏത് ആർട്ടിക്കിളാണത്? 29-30 ആർട്ടിക്കിളാണ് വരിക. 29 ശരിക്കും എന്താണ്? ന്യൂനപക്ഷങ്ങൾ എന്ന പദം ആദ്യമേ ഉണ്ടാകുന്നത് ഈ ആർട്ടിക്കിൾ 29 പ്രകാരമാണ്. 30 എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെന്ന് വെച്ചാൽ മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും നടത്തിച്ചു കൊണ്ടുപോകാനുള്ള അവകാശമാണ് അവരുടെ 30ാമത്തെ ആർട്ടിക്കിൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഭൂരിപക്ഷമായുള്ള ഒരു തുല്യത കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ 30ാമത്തെ ആർട്ടിക്കിൾ ഉദ്ദേശിക്കുന്നതുകൂടി ഓർത്തിരിക്കണം. അപ്പോൾ 29-30 ആണെന്ത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഭരണങ്ങളിൽ വരുന്ന പ്രസ്താവനകൾ. ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. രണ്ടാമത്തേത്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. 3, മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. ഇവിടുത്തെ ആൻസർ ശരിക്കും എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 2ഉം നമുക്ക് ആൻസറാണ്. 1ഉം 2ഉമാണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ബന്ധപ്പെട്ട പ്രസ്താവന, അതായത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളായിരിക്കും. അതുപോലെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അതുപോലെ മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അല്ലേ, സെക്ഷൻ 3യുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഇതിവിടെ ഇരിക്കട്ടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? എത്ര പേരുണ്ട്? ഒരു ചെയർപേഴ്സണും പിന്നെ 5 സ്ഥിരാംഗങ്ങളും ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ചേർന്നാണെന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുക. അപ്പോൾ ടോട്ടൽ ഇവിടെ 6 പേരാണ് ഇവിടെ ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത്. ഒരു ചെയർപേഴ്സണും ബാക്കി 5 സ്ഥിരാംഗങ്ങളും ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അങ്ങനെ ടോട്ടൽ 6 പേരാണ് അല്ലേ? 6 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങൾ എന്ന് പറയുക. അപ്പോൾ മറ്റംഗങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല. സുപ്രീം കോടതി ജസ്റ്റിസ് ഉണ്ട്, ജഡ്ജിയുണ്ട്, ഹൈക്കോടതി ജസ്റ്റിസ് ഉണ്ട്, ഹൈക്കോടതി ജഡ്ജി, ഇവരൊക്കെ അടങ്ങുന്നതാണ് ഈ അംഗങ്ങൾ. മറ്റംഗങ്ങൾ ബാക്കിയവരെല്ലാം കൂടി ചേർന്നതാണ്. അപ്പോൾ ചെയർപേഴ്സൺ ഇവിടുത്തെ ആരായിരിക്കണം? ചെയർപേഴ്സൺ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളോ ആയിരിക്കണം ആര്? കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. കമ്മീഷൻ ചെയർപേഴ്സൺ അപ്പോൾ ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളോ ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി വരേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം തെറ്റായ പ്രസ്താവന. ഓൾ ദി അബവ് 1, 2, 3 തെറ്റായ പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഈ കേസുകളിൽ നടപടി സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ളതാണ്.
അതായത് ഓൾ ദി എബോവ് 1, 2, 3 തെറ്റാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എന്താണ് അവരുടെ അധികാരം എന്നുള്ളത്, അതായത് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിവേദനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധിയിലോ സ്വമേധയവർക്ക് അന്വേഷണം നടത്താൻ സാധിക്കുന്നതാണ്. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിവേദനത്തിന് പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധി വന്നാലോ സ്വമേധയ ഇവർക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. അതുപോലെ കോടതിയുടെ അംഗീകാരത്തോടു കൂടി കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നടപടിയിൽ ഇടപെടുകയും ചെയ്യാം. അതുപോലെ ഭീകരപ്രവർത്തനം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പുനരവലോകനം ചെയ്യുകയും ഉചിതമായ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്മീഷൻ ചുമതലയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതായിരിക്കണം? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയെ ബന്ധപ്പെട്ട സെക്ഷൻ വരുന്നത് ഏതാണ്? സെക്ഷൻ 12 വരിക. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12 വരിക. ഇവർക്ക് മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പക്ഷെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവർക്ക്, അല്ലെങ്കിൽ കമ്മീഷൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞ അധ്യായം ഏതാണ്? അധ്യായം 3 കേട്ടോ. സെക്ഷൻ 12 പ്രധാനമായിട്ടും. 12-16 ആണെങ്കിലും 12 ഇവരുടെ അധികാരങ്ങളെപ്പറ്റി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളെപ്പറ്റി പ്രധാനമായിട്ടും പറയുന്നത് സെക്ഷൻ 12 12-16 വരെ അധികാരങ്ങളുണ്ടെങ്കിലും അത്രയത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും 12 ചോദിച്ചാൽ നമുക്ക് 12 ശരിയായ ഉത്തരം എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിവേദനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധിയിലോ സ്വമേധയാ അന്വേഷണം നടത്താനുള്ള അധികാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് 3 കൂടി ഇവരിങ്ങനെ പറയുന്നത് ഉത്തരത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദിഷ്ട തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ് അല്ലേ? ഇത് രണ്ടും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? 36-51 എന്ന് പറയുമ്പോൾ 36 മുതൽ 51 വരെ അത് ഏതാണത്? 36-51 നിർദ്ദേശ തത്വങ്ങളാണ് 36-51 വരെ പ്രതിപാദിക്കുന്നത് അല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മനസ്സാക്ഷി എന്ന് പറയുന്നത് എന്താണ്? നിർദ്ദേശ തത്വങ്ങളാണ് അല്ലേ? കടമെടുത്ത് എവിടെ നിന്നാണിത്? അയർലൻഡിൽ നിന്നാണിത് കടമെടുത്തത്. അല്ലേ? സുപ്രീം കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് നമ്മൾ നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ? നിർദ്ദേശ തത്വങ്ങളെ 4ാം ഭാഗത്താണ് നിർദ്ദേശ തത്വങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങളെ 4ാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു കാര്യമുണ്ട് അല്ലേ? എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം ഈ ഒരു തത്വങ്ങളിൽ? ഏതായിരുന്നു? ക്ഷേമരാഷ്ട്രം അല്ലേ? ക്ഷേമരാഷ്ട്രം എന്നൊരു സംഭവമാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ക്ഷേമരാഷ്ട്രം എന്നൊരു ഭാഗമാണ് ഇവിടെ വരിക അല്ലേ? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ച ഭാഗമാണേത്? ഈ 4ാം ഭാഗം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം ഉൾക്കൊള്ളിച്ച ഭാഗമാണെന്ന് ഈ 4ാം ഭാഗമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗാന്ധിജിയുടെ ആശയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയുമാണ് ഇവിടെ 36-51 വരെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അല്ലേ? ഇവിടെ സൗജന്യ നിയമസഹായമുണ്ട്, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലി തുല്യ വേതനമുണ്ട്, അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുക. ഇനി 300A പ്രകാരം സ്വത്തവകാശം നമുക്കറിയാം അല്ലേ? സ്വത്തവകാശം എന്താണ്? ഇപ്പോൾ ഒരു നിയമാവകാശമാക്കി മാറ്റി. ഏത് പ്രകാരമാണ് എടുത്ത് കളഞ്ഞേക്കുന്നത്? ഏത് പ്രകാരം എടുത്ത് കളഞ്ഞു അത് സ്വത്തവകാശത്തിന്? 44 44 പ്രകാരമാണ് സ്വത്തവകാശത്തിനെ എടുത്ത് കളഞ്ഞേക്കുന്നത്. 44 പ്രകാരം. അപ്പോൾ ഇവിടെ അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം എന്താണ്? നിയമാവകാശം എന്ന് പറയുമ്പോൾ അല്ലേ? അത് ശരിയായി പോയി നമുക്കറിയാം. അപ്പോൾ ഇവിടെ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഏത്? ഈ നമ്മുടെ ഭരണഘടന കൂട്ടിച്ചേർത്ത വകുപ്പാണ് എന്ത്? 300A എന്ന് പറയുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 300A എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്നത് അല്ലേ? ഈ ഭേദഗതി വന്നതെന്നാണ് 1978 44ാം ഭേദഗതി വന്നേക്കുന്നത്. 1978 44ാം ഭേദഗതി വന്നിട്ടുള്ളത്.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രകാരം 44-ാം ഭേദഗതി പ്രകാരം പ്രസിഡൻറ്റിൻ്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ നിയമവും പുനഃസ്ഥാപിക്കപ്പെട്ടു. ആ സമയത്ത് എന്ത് സംഭവിക്കുക? ഇത് 300A മാറ്റപ്പെടുന്നു. സ്വത്തവകാശം നിയമാവകാശമാക്കിക്കൊണ്ട് 300A മാറ്റപ്പെട്ടതും ആ സമയത്താണ്. ഓക്കെ. വർഷം 1978 44-ാം ഭേദഗതി പ്രകാരമാണെന്നുകൂടി ഈ സമയത്ത് ഓർത്തിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 44-ാം ഭേദഗതി പ്രകാരം ഒരു പട്ടികയും കൂടെ മാറ്റം വന്നില്ല. അതായിരുന്നു 9-ാം പട്ടികയാണില്ലേ. 9-ാം പട്ടികയ്ക്കാണ് മാറ്റം വന്നത്. 9-ാം പട്ടികയ്ക്കാണ് അപ്പോൾ മാറ്റം വന്നത്. 44-ാം ഭേദഗതി പാസ്സാക്കിയ വർഷം, അത് അവതരിപ്പിക്കുന്ന 78-ലാണല്ലേ, പാസ്സാക്കുന്ന 79-ലേക്കാണ്. 78 നമ്മളെപ്പോഴും പറയുമെങ്കിലും പാസ്സായ വർഷം 78 അതും ശരിക്കും നിലവിൽ വന്നതെന്നാണ് 79 ഏപ്രിൽ 30-നാണ്. 44-ാം ഭേദഗതി പാസ്സാക്കിയ വർഷം എത്രയാണ്? 1978. നിലവിൽ വന്ന വർഷം എത്രയാണ്? 1979 ഏപ്രിൽ 30 നിലവിൽ വന്നിട്ടുള്ളത്. ഇത്രയുമാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി 12 അല്ലേ, ഇവിടെ 12 35 വരെ എന്നുള്ള അനുച്ഛേദം. ഈ 12 35 എന്ന് പറഞ്ഞ സംഭവം എന്താണ്? മൗലിക അവകാശങ്ങളല്ലേ, മൗലിക അവകാശങ്ങളാണ് അല്ലേ. 14 12 35 മൗലിക അവകാശങ്ങൾ എന്ന് പറയില്ലേ. അതിൽ 14 എന്ന് പറയുമ്പോൾ ആ ഒരു അവകാശം, 14 to 18 എന്താണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. പിന്നെന്താണ് അടുത്തത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതേതാണ്? 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് 32 എന്ന് പറയുമ്പോൾ. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ പരിപാടിയാണെന്ത് 12 to 35 എന്ന് പറയുന്ന സംഭവം അല്ലേ. മൗലിക അവകാശങ്ങൾ അതെവിടെ വരിക? നമ്മുടെ ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങളെ പറ്റി പറയുക. മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത് 3-ാം ഭാഗത്ത് അല്ലേ. ആദ്യത്തേത് എന്താണ്? യൂണിയനും ഉപപ്രദേശങ്ങളും 1 വരുന്നു, പൗരത്വം 2 വരുന്നു, മൗലിക അവകാശങ്ങളാണ് 3-ാമത്തത് അല്ലേ. മൗലിക അവകാശങ്ങളാണ് 3-ാമത്തെ വരിക. ഇത് കടമെടുത്ത് വിടുന്നതാണ് അമേരിക്ക എന്നാണ്. മൗലിക അവകാശം കടമെടുത്ത് വിടുന്നതാണ് അമേരിക്ക എന്നാണ്. ഓക്കെ. മൗലിക അവകാശം കടമെടുത്ത് വിടുന്നതാണ് അമേരിക്കയിൽ നിന്ന് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ആര് തന്നെയാണ്? മൗലിക അവകാശങ്ങളെ പറയുന്ന പേരാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെ പറയുന്ന പേരാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? മൗലിക അവകാശങ്ങളിൽ ഇവിടെ 6 ഒക്കെ ഉണ്ടെങ്കിലും സംരക്ഷിക്കപ്പെടുന്ന ആരാണ്? നമുക്ക് നമ്മുടെ കോടതികളാണല്ലേ. സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് നമുക്ക് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകരായി വരിക. സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് നമുക്ക് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകരായി വരിക. ഇപ്പോൾ 6 എണ്ണമാണ് ഉള്ളത്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം അല്ലേ, സ്വത്തവകാശത്തിൻ്റെ കാര്യം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. 300A നേരത്തെ 31 ആയിരുന്നു അത് അല്ലേ. അപ്പോൾ ഇവിടെ 12 എന്ന് പറയുമ്പോൾ അത് ഭാഗം 3-ലായിരുന്നു. ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 44-ാം ഭേദഗതി പ്രകാരമാണ് എന്ത് വരിക? 300A എന്നുള്ള സംഭവം വന്നേക്കുന്നത്. ഓക്കെ. എൻ്റെ വർഷം 1978 എന്നുകൂടി ഓർത്തിരിക്കാം. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രധാനമന്ത്രി ആരാണ് ഇവിടെ? മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായിയാണ് ആ സമയത്ത് പ്രധാനമന്ത്രി, മൊറാർജി ദേശായി. ഇപ്പോൾ മൗലികാവകാശം ശരിക്കും എന്താണ്? ഒരു ലീഗൽ റൈറ്റ് ആണ് അല്ലേ. ലീഗൽ റൈറ്റ് നമ്മുടെ ഭരണഘടനാപരമായൊരു അവകാശമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്, ലീഗൽ റൈറ്റാണ്. എന്തൊരു നിയമാവകാശം ആയിട്ട് മാറിയിട്ടുണ്ട്. ആര്? ഈ മൗലികാവകാശം എന്ന് പറയുന്നത് സ്വത്തവകാശം. സ്വത്തവകാശം ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ലീഗൽ റൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കാര്യനിർവഹണ വിഭാഗം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന, പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻ്റാണ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും തലവൻ. സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻ്റാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ. ഇതിൽ കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ 1ഉം 2ഉം നമുക്ക് ആൻസറാണ്. 1ഉം 2ഉമാണ് നമുക്ക് ആൻസർ. 1ഉം 2ഉമാണ് ആൻസർ അല്ലേ. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ട് വരിക. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പാർലമെൻറ്റ് ഓർത്ത് കഴിഞ്ഞാൽ ഇവിടെ ആരാണ്? നമുക്ക് പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ അല്ലെ. ഹെഡ് ഓഫ് ദി സംഭവം ഗവർണറാണ്. ഇനി
പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണെങ്കിൽ അവിടെ എന്താണ്, പ്രസിഡൻ്റാണ് ഗവൺമെൻറ് തലവൻ വരിക അല്ലേ. ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെ തലവനായിരിക്കണം, പ്രസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. പ്രസിഡൻഷ്യൽ സമ്പ്രദായം പഠിക്കാനുണ്ട്, പാർലമെൻ്ററി സമ്പ്രദായം പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഇന്ത്യൻ ഉപരാഷ്ട്രപതി, ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ് ശരിയായത്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അല്ലേ. ഉപരാഷ്ട്രപതി എന്ന് പറയുമ്പോൾ എപ്പോഴും ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭ, ലോക്സഭയും നമുക്കുണ്ടല്ലോ അല്ലേ. രാജ്യസഭയും ലോക്സഭയും നമുക്കുണ്ട്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് എപ്പോഴും. ഉപരാഷ്ട്രപതിയുടെ സേവനം എപ്പോഴാണ്? 5 വർഷം അദ്ദേഹത്തിൻ്റെ സേവനം വന്നേക്കുന്നത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ത്? രാജ്യസഭ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരെണ്ണം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവന ശരി ഏതാണ്? കേരള വനിതാ കമ്മീഷന് ബന്ധപ്പെട്ട്. ഓക്കെ, ഒന്നും രണ്ട് പ്രസ്താവന ശരിയല്ലേ. വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കുറേയധികം പറയാനുണ്ടാവും. അപ്പോൾ ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ A.K. ആൻ്റണിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ശ്രീ A.K. ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുക. ശ്രീ A.K. ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഒന്നാം കേരള വനിതാ കമ്മീഷനിവിടെ രൂപം കൊള്ളുക എന്ന് പറഞ്ഞു. ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുക. ഇനിയും പിന്നെന്തായിരുന്നു? സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ശ്രീമതി സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ശ്രീമതി സുഗതകുമാരിയാണ് ആദ്യത്തെ അധ്യക്ഷൻ. കേരള വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രപതി അംഗീകാരത്തോടെ നിലവിൽ വരുന്ന എന്നായിരുന്നു? കേരള വനിതാ കമ്മീഷൻ 1995 സെപ്റ്റംബർ 15-നാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകൃതമാവുക അല്ലേ. 1990, അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ പാസ്സാക്കിയതെന്നാണ് 1995 സെപ്റ്റംബർ 15-നാണ്. അപ്പോൾ അവരുടെ ഈ കേരള വനിതാ കമ്മീഷൻ്റെ നിയമം ഭേദഗതി വരുത്തിയ വർഷമുണ്ട്. 2007 കേരള വനിതാ കമ്മീഷൻ്റെ നിയമം ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം വനിതാ കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ രൂപീകരിച്ചെന്നാണ്. ഇതിലാണെന്ത്? രാഷ്ട്രപതി അവിടെ നമുക്ക് പാസ്സാക്കില്ല. രാഷ്ട്രപതി പാസ്സാക്കിയത് സെപ്റ്റംബർ 15 പാസ്സാക്കി, 95 പാസ്സാക്കിയത്. നമ്മുടെ കേരളത്തിൽ വനിതാ കമ്മീഷൻ നിയമപ്രകാരം നമ്മുടെ കേരളത്തിൽ വന്നത് എപ്പോഴാണ്? കമ്മീഷൻ രൂപീകരിക്കുന്നത് എപ്പോഴാണ് അല്ലേ? അതാണ് പഠിക്കേണ്ടത്. അതെപ്പോഴാണ്? 1996. ഓക്കെ, 96 മാർച്ച് 14. നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഇത് തന്നെയാണ്. 96 മാർച്ച് 14 നമ്മൾ പഠിക്കുന്നത്. അതായത് കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് അല്ലേ. എന്നാൽ രാഷ്ട്രപതി, ഈ ഒരു സംഭവം രാഷ്ട്രപതി അംഗീകരിച്ചതെന്നാണ്. രാഷ്ട്രപതി അംഗീകരിച്ചോടെ പാസ്സാക്കുമല്ലോ ആദ്യമേ തന്നെ. അത് ആദ്യമേ നടക്കുന്ന എവിടെയാണിത്? 1995 സെപ്റ്റംബർ 15-നാണ് രാഷ്ട്രപതി അംഗീകാരത്തോടെ അത് പാസ്സാക്കപ്പെടുക. എന്നാൽ നമ്മുടെ കേരളത്തിൽ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അല്ലേ, നിയമപ്രകാരം നമ്മുടെ കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നാണ് 1996 മാർച്ച് 14 അല്ലേ. നമുക്ക് ചോദ്യം വരിക, കേരള വനിതാ കമ്മീഷൻ രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം എഴുതേണ്ടി വരും? 96 മാർച്ച് 14 അല്ലേ. അപ്പോൾ രാഷ്ട്രപതി പാസ്സാക്കിയത് എന്നായിരുന്നു? 1995 സെപ്റ്റംബർ 15 ആയിരുന്നു. നമ്മൾ ഓർക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ് ആസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ 5 ആണ് ഇവിടെ അല്ലേ. എത്ര അംഗങ്ങളുണ്ട് കേരള വനിതാ കമ്മീഷൻ? എത്ര അംഗങ്ങളുണ്ട്? ഒരു ചെയർപേഴ്സണും 4 കൂടാത്ത അംഗങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഒരു ചെയർപേഴ്സണും 4 കൂടാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. ചെയർപേഴ്സണും 4 കൂടാത്ത അംഗങ്ങളും ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാണ് ഇവിടെ അല്ലേ. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? സുഗതകുമാരിയാണ് അധ്യക്ഷൻ അല്ലേ. സുഗതകുമാരിയായിരുന്നു അധ്യക്ഷ എന്ന് പറയാം. അപ്പോൾ അടുത്തതിലേക്ക് നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. പ്ലാനിംഗ് ബോർഡിലെ എക്സ്പേർട്ട് പാർട്ട് ടൈം മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ബോർഡിൻ്റെ പ്രധാന ചുമതല. പ്ലാനിംഗ് ബോർഡാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. കൂറുമാറ്റ നിരോധന നിയമം, കൂറുമാറ്റ നിരോധനം അല്ലെ, എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കൂറുമാറ്റ നിരോധന നിയമം അല്ലേ. ടഫായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബോവ് ശരിയാണ് അല്ലേ. കൂറുമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? 52-ാം ഭേദഗതി പ്രകാരം അല്ലേ
52-ാം ഭേദഗതിയാണെന്ത്? കൂറുമാറ്റ നിരോധന നിയമം. 52-ാം ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. 91-ാം ഭേദഗതി പ്രകാരം ആണ് കൂറുമാറ്റ നിരോധന നിയമത്തിന് ചില പരിഷ്കാരം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. 52 നമ്മൾ ഓൾറെഡി ഫാക്ട്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? 52ആണ് കൂറുമാറ്റങ്ങൾ പഠിച്ചു വെച്ചേക്കാം. എന്നാൽ ഇപ്പോൾ 91-ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റത്തിന് ചില പരിഷ്കാരങ്ങളുണ്ട്. സഭാധ്യക്ഷനാണ് കൂറുമാറ്റ ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുക. സഭയുടെ അധ്യക്ഷനാണ് കൂറുമാറ്റ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക. സഭാധ്യക്ഷനാണ് കൂറുമാറ്റ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക എന്ന് പറയും. അപ്പോൾ എപ്പോഴും കൂറുമാറ്റം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും നമ്മളെപ്പോഴും ഓർക്കുന്ന ഇതെല്ലാം പറയുന്നത് 52-ാം ഭേദഗതിയാണ് നമ്മൾ ഓർക്കുക. 52-ാം ഭേദഗതിയാണ് നമ്മൾ ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ ഭേദഗതി ഒന്ന് നോക്കാൻ വിചാരിച്ചു. 52-ാം ഭേദഗതി അല്ലേ? 52-ാം ഭേദഗതി വരുന്നത് എപ്പോഴാണ്? വർഷം അറിയാം. 52-ാം ഭേദഗതി 1952-ാം ഭേദഗതി എന്ന് പറയുമ്പോൾ 1985 52-ാം ഭേദഗതി പാസ്സാക്കുന്നത് അല്ലേ? രാജീവ് ഗാന്ധിക്കുള്ള സമയത്താണ് ഈ എന്താ പറയുക 52-ാം ഭേദഗതി പാസ്സാക്കുക. അത് കൂറുമാറ്റ നിരോധന നിയമമെന്നാണ് പറയുക അല്ലേ? ഇനി ഇത് വരുന്ന അനുച്ഛേദം അല്ലേ? അത് പ്രധാനമായിട്ട് ഈ 52-ാം ഭേദഗതി പ്രകാരം വന്ന മാറ്റം എന്തൊക്കെയാണ്? 102-ാം അനുച്ഛേദം എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൽ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. 92 പറയുമ്പോഴത്തേക്കിന് നിയമസഭാംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് രണ്ടുമാണ് 52-ലെ കൂറുമാറ്റമായി പറയുന്നത്. ഒന്ന് പാർലമെൻറ്റിലെ അംഗങ്ങളുടെ അയോഗ്യത, അത് അനുച്ഛേദം 102ആണ്. പാർലമെൻറ്റിലെ അംഗങ്ങളുടെ അയോഗ്യത 102 അനുച്ഛേദം. മറ്റൊന്ന് 191 191 ആണ്. അത് നിയമസഭാംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ഇത് രണ്ടുമാണെന്ത്? അയോഗ്യതയെക്കുറിച്ച് പറയുന്നതാണെന്ത്? കൂറുമാറുക എന്ന് പറയില്ല, കൂറുമാറുക അങ്ങനെ ഓർക്കുക. അപ്പം പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് 102 പറയുന്നു. 191 എന്താണ്? നിയമസഭാംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, 52-ാം ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പട്ടികയുണ്ട്. 52-ാം ഭേദഗതി പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടൊരു പട്ടികയുണ്ട്. ഏതെത്രാം പട്ടികയാണത്? 10-ാം പട്ടികയാണ്. 10-ാം പട്ടികയാണ് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക എന്ന് പറയും. 10-ാം പട്ടികയാണ് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഓക്കെ, അങ്ങനെയാണ് ഒരു ചോദ്യം. കൂറുമാറ്റ നിരോധന പ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗമാരായിരുന്നു അല്ലേ? ഈ കൂറുമാറ്റ സംഭവം പ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗം ആരാണ്? ആർ ബാലകൃഷ്ണപിള്ളയാണ്. ഓക്കെ, ആർ ബാലകൃഷ്ണപിള്ളയാണ് അങ്ങനെ മാറിയേക്കുന്നൊരു വ്യക്തി. ഓക്കെ, ആർ ബാലകൃഷ്ണപിള്ള. അപ്പോൾ കൂറുമാറ്റം എന്ന് പറയുമ്പോൾ 52-ാം ഭേദഗതിയാണില്ലേ? 52-ാം ഭേദഗതി പ്രകാരമാണ്. അതെന്താണ് വരിക? 1985 വന്നേക്കുന്നില്ല. 2 അനുച്ഛേദം പറയാനെ പറ്റി 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെപ്പറ്റി പറയുന്നുണ്ട്. 191 നിയമസഭാംഗങ്ങളുടെ അയോഗ്യതയെപ്പറ്റി പറയുന്നുണ്ട്. പിന്നുള്ളത് ഇത് 91 ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിൽ പരിഷ്കാരം കൊണ്ടുപോകുന്നു അല്ലേ? അതായത് അവിടെ ഇതെന്ന് പറയുന്നത് 52-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നവർ പറയുക. ശക്തിപ്പെടുത്താനാണ് പരിഷ്കാരം, ശക്തിപ്പെടുത്തി കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താനാണ് ഇത് വന്നേക്കുന്നത്. 91 വന്നേക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് 91 വന്നേക്കുന്നത് അല്ലേ? അവിടെ വരുമ്പോൾ വാജ്പേയി ആയിരുന്നു അവിടുത്തെ ആ സമയത്ത് അല്ലേ? വാജ്പേയി ആണ്. അത് കഴിഞ്ഞ് ഭേദഗതി വരുമ്പോഴത്തേക്കിന് അബ്ദുൽ കലാം ആയിരുന്നു സാറായിരുന്നു അവിടെ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിൽ മന്ത്രിസഭയ്ക്ക് 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല എന്നൊക്കെ നിയമം വരിക. കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് 21 പേരിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതില്ലേ? സംസ്ഥാനങ്ങളുടെ കാര്യം വരുവാണെങ്കിൽ 12 കുറയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ മന്ത്രിസഭയിൽ 21 മന്ത്രിമാരിൽ കൂടാൻ പാടില്ല. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാകുമ്പോഴോ മന്ത്രിമാരുടെ എണ്ണം 12 കുറയാൻ പാടില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂറുമാറ്റ നിരോധന പ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന ഒരു MP-യോ MLA-യോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണെന്ത്? 91-ാം ഭേദഗതി. ഒന്നുകൂടി, കൂറുമാറ്റ നിരോധന പ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന ഒരു MP-യോ MLA-യോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നതുവരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുമതിയാണെന്ന്, ഭരണഘടനാ ഭേദഗതിയാണെന്ന് 91. മറ്റ് 52 സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഇത്. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ 91 പ്രകാരം പൊതു ഖജനാവിൽ നിന്നും ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയിലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടുന്ന വ്യക്തിക്ക് അലങ്കരിക്കാൻ സാധിക്കുന്നില്ല.
അത് പൊതുഖജനാവിൽ നിന്നും ശമ്പളം അനുവദിക്കുന്ന ഒരു പദവിയിലും അല്ലേ കൂറുമാറ്റം കഴിഞ്ഞ് പോകുന്ന ആൾക്ക് അല്ലേ ആ വ്യക്തിക്ക് അതിൽ അയാൾ അയോഗ്യനാക്കപ്പെട്ടാൽ അയാൾക്ക് ആ വ്യക്തിക്ക് ആ പദം അല്ലെങ്കിൽ ആ ശമ്പളം ഉണ്ടാക്കാൻ നമ്മൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അതാണ് ആ വ്യക്തിക്ക് അത് അലങ്കരിക്കാൻ സാധിക്കില്ല, ആ ശമ്പളം അനുഭവിക്കാൻ സാധിക്കില്ലെന്നാണ് പറയുക. ഓക്കെ. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. 2 ക്വസ്റ്റ്യനും കൂടി. ആൻസർ എന്നാണ് നമ്പർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കാം. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആൻസർ നിക്കോട്ടിനാണ്. തന്നിരിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ അല്ലാത്തതാണ്. ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നിപ്പയാണ് അല്ലേ. നവീന ജനിതക എഞ്ചിനീയറിംഗ് അല്ലാത്ത ഏതാണ്? ആൻസർ എക്സ്റേ ഡിഫ്രാക്ഷൻ അല്ലേ. എക്സ്റേ ഡിഫ്രാക്ഷനാണ് നവീന ജനിതക എഞ്ചിനീയറിംഗ്. ജീനുകളുടെ പുനർനിർമ്മാണം, DNA പ്രൊഫൈലിങ്ങും ജീൻ മാപ്പിങ്ങും DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ എന്താണ്? ജനിതക എഞ്ചിനീയറിംഗ് പെടുന്ന കാര്യങ്ങളാണ്. നവീന അല്ലേ എഞ്ചിനീയറിംഗ് നമ്മൾ ജീൻസിൻ്റെ നിർമ്മാണം, അവിടെ റെസ്ട്രിക്ഷൻ എൻസൈംസും എൻഡോന്യൂക്ലിയസും ഒക്കെ വരുന്ന ലിഗേസ് എൻസൈംസും ഒക്കെ കൂടി ചേർന്നിട്ട് എൻസൈമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൂട്ടിച്ചേർക്കുകയും വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ എഞ്ചിനീയറിംഗ് കുറേ കട്ടപെറുക്കിയൊക്കെ ഉണ്ടാക്കുക എഞ്ചിനീയറിംഗ് പറയത്തില്ല, നിർമ്മിക്കുക. അതുപോലെ തന്നെ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്, ലിഗേസ് എൻസൈംസ്, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടില്ല കൂട്ടിച്ചേർക്കാനും അവിടുന്ന് ഒരെണ്ണത്തിനെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയൊക്കെ വെച്ചിട്ട് അങ്ങനെ DNA എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അതാണ് ഈ പറയുന്നത്. ജീൻ മാപ്പിംഗ് എന്ന് നിരത്തി വെച്ചേക്കും. ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ അത് കാണാം. പ്രൊഫൈലിങ്ങും അത് തന്നെയാണ്. അപ്പോൾ ജീൻ എഞ്ചിനീയറിംഗ് അതാണല്ലേ. വരാത്തൊരു കാര്യം ആരാണ്? ഓക്കെ, കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.